മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 20 വർഷമായി മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പദ്ധതികളും അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് നമ്മൾ പണ്ട് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, പഴശ്ശിരാജയുടെ അല്ലെങ്കിൽ പഴശ്ശിരാജ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ നല്ല നല്ല രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ നാടിൻ്റെ പുരോഗതി, ആ നാടിലുണ്ടായ ജനങ്ങളുടെ സന്തോഷം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ ഭരിച്ചപ്പോൾ ആ നാടിന് സംഭവിച്ചതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടായിക്കോട്ടെ, നാടായിക്കോട്ടെ, ഒരു സംസ്ഥാനമായിക്കോട്ടെ, ഒരു രാജ്യമായിക്കോട്ടെ, അതിൻ്റെ വളർച്ചയും ആ നാട്ടിലുണ്ടാകുന്ന ആളുകളുടെ സന്തോഷവും ഒക്കെ അതിനെ നയിക്കുന്ന ആ ക്യാപ്റ്റൻ ആരാണോ അവരെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ ഏക ഉദാഹരണം കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഏതാണ്ട് 56 വർഷം ഇവിടെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. അവർ ഭരിച്ചിരുന്ന സമയത്ത് ബോഫേഴ്സ് ഇടപാട് മുതൽ, ആയുധ ഇടപാടുകൾ മുതൽ ലക്ഷക്കണക്കിന് കോടികളുടെ അഴിമതി ആരോപണങ്ങളും അതിൻ്റെ കേസുകളും എല്ലാം, അന്വേഷണങ്ങളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ 2014 ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം 12 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ 12 വർഷത്തിനുള്ളിൽ 1 രൂപയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് പോലും ഇവിടെ പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രിയുടെ പേരിലല്ല, ഏത് മന്ത്രിമാരുടെ പേരിൽ പോലും ഒരഴിമതി ആരോപണം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി ഞാൻ പല മീറ്റിങ്ങുകളിലും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പണ്ടും യാത്ര ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. ഈ 10-12 വർഷം മുമ്പ് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, ഏത് രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ നിന്നാണ്? അപ്പം നമ്മൾ പറയും ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മുഖം മാറും. മുഖം മാറി നമ്മളേതോ ഒരു മൂന്നാംകിട രാജ്യത്തിൽ നിന്ന് വരുന്നവരായിട്ടാണ് അവർ കരുതുന്നത്. ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ എന്നോട് വരുന്നതായിട്ടൊരു പുച്ഛത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ ചില കമൻറ്റുകൾ ആദ്യം വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ഡ്രസ്സാണ് അദ്ദേഹം ഇടുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 12 വർഷത്തിന് ശേഷം ഇപ്പോ ഞാൻ അതേപോലെ തന്നെ അമേരിക്കയിലോ യൂറോപ്പിലോ ഏതെങ്കിലും രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും ചോദിക്കും ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാം, അവരൊരു ആദരവ് നമുക്ക് തരുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച NDA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് അധ്യക്ഷത വഹിച്ചു. 2020 പ്രവർത്തനങ്ങൾ നമ്മെ സംബന്ധിച്ച് കുന്നത്തുനാട് കിഴക്കമ്പലത്തു നിന്ന് അദ്ദേഹം ഇതൊക്കെ വിശദീകരിക്കും. എങ്കിൽ തന്നെയും കിഴക്കമ്പലത്തും കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലും ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്ന് 4 പഞ്ചായത്തുകളുടെ ഭരണം 2020 കൈകളിലാണ്. ഇത് NDAയുടെ കൈകളിലാണ്. അതിനപ്പുറമായിട്ട് 2 പഞ്ചായത്തുകളിലെ ഭരണം പ്രതിപക്ഷമായിട്ട് നമ്മുടെ 2020 ഉണ്ട്, അവിടെ NDA ഉണ്ട്. അതിനപ്പുറമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യങ്ങളിൽ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ, BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ, വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് B ബിനുകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P മോഹനൻ, NDA ഇലക്ഷൻ കൺവീനർ സെബാസ്റ്റ്യൻ മാത്യു, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഹിസ്റ്റി M സാനി, ഡോക്ടർ ഷർമിള, ബെന്നി തോമസ്, NDA നേതാക്കളായ വിൽസൺ MS, VC ഷാബു, AS വിജുമോൻ, അജീഷ് തങ്കപ്പൻ,
കെ അനീഷ് കുമാർ, ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഏതൊരു കാര്യവും രാഷ്ട്രീയമാണ്, അല്ലാതെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നു. എന്നെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് വേദനിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരുക, കരയുന്നവന്റെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ്.